ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. വെറും 3 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ തക്കാളി കറിൻ്റെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കടായിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 5-6 ചെറിയുള്ളി ചെറുതായി മുറിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് ചെറുങ്ങനെ സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 2 വെളുത്തുള്ളി ചെറുതായി മുറിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടുമ്പോൾ നമുക്കിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി ചെറുതായി മുറിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിതൊന്ന് ചെറിയ രീതിയിൽ സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അതവിടെ നമ്മളെ തക്കാളിയൊക്കെ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഉള്ളിയും തക്കാളിയൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തൈര് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ. ചൂട് കൂടുതലായ തൈര് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. തൈര് ചേർത്ത ഉടനെ തന്നെ നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 30 സെക്കൻഡിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഇതുപോലെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ട് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ തക്കാളി തൈര് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. തേങ്ങ അരയ്ക്കാണ്ട് തന്നെ ഈ കറിക്ക് നല്ല രുചിയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ 2 തക്കാളി വെച്ചിട്ടുള്ള ഈ ഒരു കറി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളെല്ലാവർക്കും ഈ കറി തീർച്ചയായിട്ടും ഇഷ്ടമാവും. ചോറുണ്ണാൻ ഈ ഒരു കറി മാത്രം മതി. അപ്പോൾ എല്ലാവരും ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണേ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്.